ഭൂമിയെ ഉദ്ധരിക്കാനായി ഭഗവാൻ മഹാവിഷ്ണു വരാഹ അവതാരം കൈക്കൊണ്ടു. സൃഷ്ടി പൂർണ്ണമാകണമെങ്കിൽ ഭൂമി വേണം. തിന്മയാകുന്ന ഹിരണ്യാക്ഷനെ നിഗ്രഹിച്ച് ഭൂമിയെ വീണ്ടെടുക്കണം. ദേവന്മാരുടെ അപേക്ഷയിൽ ഒരു ഖോണി ശിശുവായി നാൻമുഖന്റെ നാസാരന്ധ്രത്തിൽ നിന്നും അവതരിച്ചു. അങ്കുഷ്ടി വലിപ്പത്തിലുള്ള ആ വരാഹ പൈതൽ നിമിഷാർദ്ധത്തിൽ പർവ്വതതുല്യനായി വളർന്നു. ഉഗ്രമൂർത്തിയായി അലറാൻ തുടങ്ങി. ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരും ദേവാദിദേവകളും വരാഹ സ്തോത്രം ചൊല്ലി ഭഗവാനെ ശാന്തനാക്കി. അതിഘോരമായ യുദ്ധത്താൽ ഹിരണ്യാക്ഷ നിഗ്രഹം കഴിഞ്ഞ ഭഗവാൻ ഭൂമിദേവിയെ തൻ്റെ തേറ്റയിൽ ഏറ്റുകയും എന്നാൽ ഭൂമിദേവി അവിടെ നിന്നും താഴെ ഇറങ്ങാൻ കൂട്ടാക്കാതെ വരം ആവശ്യപ്പെടുകയുമുണ്ടായി. തന്നിലുള്ള ജീവജാലങ്ങൾക്ക് മുക്തി നൽകണമത്രേ. അതായിരുന്നു ദേവി ചോദിച്ച വരം. കുറുക്ക് വഴിയിലുള്ള ഈ മോക്ഷപ്രാപ്തി നൽകാൻ സാധ്യമല്ലെന്ന് ഭഗവാൻ കൽപ്പിച്ചു. എന്നാൽ ഞാൻ അങ്ങയുടെ തേറ്റയിൽ തന്നെ വസിച്ചു കൊള്ളാമെന്ന് ദേവിയും. കനിവ് തോന്നിയ ഭഗവാൻ ഭൂമിദേവിക്ക് ഒരു വരം നൽകി. നിന്റെ സ്ഥലത്ത്, അതായത് ഭൂമിയിൽ എനിക്കായി നിർമ്മിക്കുന്ന ക്ഷേത്രത്തിൽ എത്തുന്ന ഭക്തർക്ക് ഞാൻ മോക്ഷപ്രാപ്തി നൽകിക്കൊള്ളാം. നമ്മളിന്ന് ഒത്തുകൂടുന്നത് തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന അതിപുരാതനവും ഏറെ പ്രശസ്തവുമായ ശ്രീവരാഹം ലക്ഷ്മി വരാഹമൂർത്തി ക്ഷേത്ര സന്നിധിയിലാണ്.